ദശകം 6-ലെ 10-ാമത്തെ ശ്ലോകം. ഈദൃക് ജഗന്മയ വപുസ്തവ കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാഹുഃ തസ്യാന്തരാത്മവപുഷേ വിമലാത്മനി തേ വാതാലയാധിപ നമോസ്തു നിരുന്തിരോഗാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈദൃക് ഇപ്രകാരം ഒക്കെയുള്ള ജഗന്മയ വപുഹു ഈ ജഗത് മുഴുവനായിട്ടുള്ള അങ്ങയുടെ വപു ശരീരം, കർമ്മഭാജാം കർമ്മഫലം അനുഭവിക്കുന്ന സമയം എന്ന് വെച്ചാൽ അന്നുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെന്നും പറയാം എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ മരണസമയമെന്നും പറയാം. അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് അവസാനിക്കുന്ന സമയം ആ വിരാട് സ്വരൂപം സ്മരിക്കേണ്ടതാണ്. ആ സ്മരണീയമാഹുഃ സ്മരിക്കേണ്ടതാണ് എന്നും, വിരാട് സ്വരൂപം സ്മരിക്കേണ്ടതാണ്. തസ്യ അങ്ങനെയൊക്കെയുള്ള ആ സ്വരൂപത്തിൻ്റെ അന്തരാത്മവപുഷ ഉള്ളിൽ ശോഭിക്കുന്ന അങ്ങനെയൊക്കെയുള്ള തേ നെന്തിരുവടിക്ക് വാതാലയാധിപ ഗുരുവായൂരപ്പ നമസ്തേ നിരുന്തി രോഗാൻ എൻ്റെ രോഗങ്ങളും തടയണമേ. അങ്ങയ്ക്ക് നമസ്കാരം. ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ എൻ്റെ രോഗങ്ങളെയും തടയണമേ. നാരായണിയെ എഴുതി മുഴിപ്പിക്കാൻ എനിക്ക് കഴിയണമേ എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഇത് മേൽപ്പത്തൂരിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഈ ശ്ലോകം.